ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്നത്തെ വീഡിയോയിൽ ഇൻഡോർ ചെടികൾക്കുള്ള ചട്ടികൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരുപാട് കടകളിലൊക്കെ അതിനുള്ള ചട്ടികൾ കിട്ടും. സെറാമിക്കിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ പല വീഡിയോയിലും കാണിക്കുമ്പോൾ ഈ വെള്ള ചട്ടി എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ടൗണിലൊക്കെ ഉള്ളവർക്ക് കിട്ടും, പക്ഷേ കുറച്ച് ഉള്ളോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം കാശ് ചിലവ് ഒന്നുമില്ലാതെ വെറും വൈറ്റ് സിമെൻറ്റ് മാത്രം എടുത്തിട്ടുണ്ടാക്കാം. ഇപ്പോൾ സിമെൻറ്റിൻ്റെ കോൺക്രീറ്റിൻ്റെ ചട്ടികൾ നമ്മൾ പുറത്ത് പൂന്തോട്ടങ്ങൾക്ക് ഉപയോഗിക്കാം. അത് വീട്ടിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് മണലൊക്കെ കിട്ടാതെ വരും. ഇതിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റും വെള്ളവും മാത്രം ചേർത്തിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റിൻ്റെ ഈ ഒരു പാക്കറ്റ് ഇത് 1 കിലോ ആണുള്ളത്. ഇതിനൊരു 30 രൂപ ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മണലൊന്നും വേറെ ചേർക്കുന്നില്ല, വെറും വൈറ്റ് സിമെൻറ്റ്, ഇതിലേക്ക് കുറച്ച് വെള്ളവും, ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം വെള്ളം, അത്രയാണ് 1 കിലോ സിമെൻറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അച്ച് എന്ന് പറയുന്നത് 2 പാത്രങ്ങളാണ്. അതിൽ പുറത്ത് വരുന്നത് ഒരു ചട്ടി തന്നെയാണ്, ഒരു പ്ലാസ്റ്റിക് പോട്ടാണ്. പിന്നെ അകത്ത് വെക്കാനും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാൻ പറ്റിയ എന്നാൽ കുറച്ച് അത്യാവശ്യം ചട്ടിക്ക് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ തിക്നെസ്സും തോന്നിക്കുന്ന 2 മോൾഡുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എപ്പോഴൊന്നും ഇങ്ങനെ പാകമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് ചിലപ്പോൾ തിരഞ്ഞ് നോക്കേണ്ടി വരും. നമ്മളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഏകദേശം ഒരു ചട്ടിയുടെ രൂപത്തിലാകാൻ പറ്റുന്നതും അധികം കട്ടിയില്ലാത്തതും എന്നാൽ പറ്റ നേരിയതല്ലാത്തതായിട്ടുള്ള 2 മോൾഡുകൾ എടുക്കണം. തെർമാക്കോളിൻ്റെ കഷ്ണം എടുത്തിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ വെക്കുന്ന അച്ചുണ്ടല്ലോ, അത് താഴെ പോയി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, പുറത്തുള്ള അച്ചിൽ പോയി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചട്ടി പോയി അതിൽ ഒട്ടി നിന്നിട്ട് മൂടില്ലാത്ത ചട്ടിയായി പോകും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചട്ടിക്ക് കൊടുക്കുന്ന ഒരു ഡ്രൈനേജ് ഹോളായിട്ടും കൂടി മാറും. ആ ഹോള് എടുത്തു കഴിഞ്ഞാൽ, ആ തെർമോക്കോൾ അടർത്തി എടുത്തു കഴിഞ്ഞാൽ ആ ചട്ടിക്ക് അവിടെ ഹോള് വരും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആ ഉള്ളിൽ വെച്ച തെർമോക്കോൾ ഇളകാതെ ഇതിന് ചുറ്റും 2 അച്ചിലും നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കണം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഉപയോഗം കഴിഞ്ഞ എൻജിൻ ഓയിൽ, കരി ഓയിലാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല ഓയിൽ, നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ഏത് ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചട്ടി സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഉറച്ചു പോകില്ലേ. എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏത് ഉപയോഗിക്കാം. അടുത്തത് ചെയ്യാനുള്ളത് സിമെൻറ്റ് മിക്സ്ചർ തയ്യാറാക്കണം. ഇതിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കിലോ സിമെൻറ്റിലേക്ക് ഏകദേശം 400 മില്ലി ലിറ്റർ, ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ പകുതിയിൽ കുറച്ചുകൂടി കൂടുതലായിട്ടെങ്കിലും നമ്മളുടെ സിമെൻറ്റ് മിക്സ്ചർ വേണം. അത് ഓരോരുത്തരെടുക്കുന്ന ചട്ടിയുടെയും അളവിൻ്റെയൊക്കെ അച്ചിൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഏകദേശം പകുതിയോളെങ്കിലും. അപ്പോൾ ഇനി ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത ചട്ടി നമ്മൾ ഇറക്കി വെക്കണം. അത് ഇറക്കുമ്പോൾ അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്തെങ്കിലും വെയിറ്റ് വേണം. അപ്പോൾ മണ്ണ് ഉപയോഗിക്കാം. മണ്ണ് ഉപയോഗിച്ച് അത് ഫില്ലായതിന് ശേഷം നമ്മളത് താഴെ ഇപ്പോൾ പ്രസ് ചെയ്ത് വെച്ചതല്ലേ, ഇനി അത് പൊങ്ങി വരും നമ്മൾ കൈയെടുത്താൽ. അപ്പോൾ ചെയ്യേണ്ടത് ടാപ്പ് വെച്ചിട്ട് അത് നല്ലോണം സെക്യൂർ ആക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊങ്ങി വന്നാൽ ചട്ടിയുടെ ഷേപ്പൊന്നും ഉണ്ടാവില്ല, അടിയിൽ ഭയങ്കര കട്ടിയും പിന്നെ അതാകെ കേടായിപ്പോവും. അപ്പോൾ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 24 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് അത് സെറ്റായിട്ട് നല്ല ചട്ടിയുടെ രൂപത്തിൽ അത് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി സെറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ 2-3 എണ്ണം ചെയ്തപ്പോഴും അത് എടുക്കാൻ അത്ര ഈസി ആയിട്ടൊന്നും കിട്ടിയില്ല. നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്ര എളുപ്പത്തിൽ കിട്ടിയില്ല. കുറച്ച് നേരം ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ ഒക്കെ വെച്ചിട്ട് കൊട്ടി നോക്കാം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എന്നാലും നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും. ഇനിയിപ്പോൾ എടുക്കുമ്പോൾ പൊട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പീസും ഉണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ചോ അറാൾഡേറ്റ് വെച്ചോ ഒട്ടിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയിൽ നമുക്ക് അത് ഒട്ടിച്ച് അതിൻ്റെ മേലെ പ്രൈമറൊക്കെ ഇട്ടാൽ നല്ല ചട്ടി ഉണ്ടാവും. അത് വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ ഈ ഒരു ചട്ടിയാണ് ഞാൻ 1 കിലോ വൈറ്റ് സിമെൻറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് തിക്നെസ് കൂടുതലാണ്, അതായത് കട്ടിയുണ്ട്. ഇതിനൊക്കെ ചെറുതായിട്ടുള്ളത്, അതായത് ഇത്രയും കട്ടിയില്ലാത്ത അതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അച്ചുണ്ടല്ലോ, അച്ചിനനുസരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ചട്ടി വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറച്ച് തിക്നെസ്സും കുറക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ടാക്കിയെടുക്കാം.
പക്ഷേ ഞാനെടുത്ത മോൾഡിനനുസരിച്ചിട്ട് ഇത്ര ഉള്ളതാണ് കിട്ടിയത്. അപ്പോൾ നഷ്ടമൊന്നുമില്ല, കാരണം 30 രൂപയ്ക്കല്ല. 30 രൂപയ്ക്കൊന്നും എനിക്ക് മൺചട്ടി ആണെങ്കിലും ഇത്ര ഉള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ വേറെയും 2-3 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻജിൻ ഓയിൽ ഉപയോഗിച്ചതല്ലായിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെളി ആയതുണ്ട്. നല്ല വൈറ്റ് അല്ല, ഇതുപോലെ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചാൽ അവിടെ നല്ല വെള്ള കളറായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഉരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ചെളി പോയിട്ട് വെള്ള കളർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് ആകുമ്പോൾ ഏത് കളർ അടിച്ചാലും നമുക്ക് നമ്മളുടെ ഇൻറ്റീരിയറിന് അനുസരിച്ചിട്ടുള്ള കളറായാലും ഭംഗിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ ഭാഗം ഇനി ഫിനിഷിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അതും സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഉരക്കുക. അപ്പോൾ നമ്മളൊരു 2-3 ദിവസം എടുത്ത് ചട്ടി ഉണ്ടാക്കാൻ, കാരണം അത് ഉണങ്ങി കിട്ടണമല്ലോ. ആദ്യത്തെ ദിവസം സിമെൻറ്റൊക്കെ ഒഴിച്ച് മോൾഡിലാക്കി വെച്ചു. പിന്നെ അടുത്ത ദിവസം നമ്മൾ അതിൽ നിന്ന് എടുത്തു, പിന്നെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അത് ക്യൂറിങ് ടൈമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഒരു 3 ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് ചട്ടിയിരിക്കും. വൈറ്റ് സിമെൻറ്റിൽ നേരിട്ട് പെയിൻറ്റ് അടിച്ചാൽ നിൽക്കില്ല, അതൊക്കെ സിമെൻറ്റ് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈമർ ഇട്ടിട്ട് ആണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമരിലൊക്കെ അടിച്ചു വെച്ച ബാക്കി പെയിൻ്റ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ചട്ടി ഇതാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ ലൈൻ ഇടാനും ചിത്രം വരക്കാനും ഒക്കെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട്, അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് വളയാത്ത വര കിട്ടും. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചാൽ മതി, അതിൻ്റെ വീതി കുറച്ചും കൂട്ടിയൊക്കെ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒന്നിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.